Hello guys, SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SSCയുടെ ഓരോ വർഷത്തെയും എക്സാംസ് നടക്കുന്നത് SSC ഓരോ വർഷവും പുറത്തിറക്കുന്ന അക്കാഡമിക് കാലണ്ടർ ഉപയോഗിച്ചിട്ടാണല്ലേ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് SSC ഡിസംബർ അവസാനം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഈ വർഷത്തെ എക്സാം കാലണ്ടറിൽ കുറച്ച് ഡിഫറൻസസ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാലണ്ടർ ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ ഈ അപ്ഡേറ്റഡ് കാലണ്ടറിൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഏതൊക്കെ എക്സാംസ് ഏതൊക്കെ ദിവസങ്ങളിലാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ടെൻറ്റേറ്റീവ് കാലണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. സോ സാധാരണ നോട്ടീസിൻ്റെ ഒക്കെ സൈഡിൽ അല്ലെങ്കിൽ ഷെഡ്യൂളിൻ്റെ സൈഡിലാണ് അത് വരാറുള്ളത്. അപ്പോൾ അതിനകത്ത് ഇതിന് മുൻപ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോ എക്സാമും നോട്ടിഫിക്കേഷൻ ഇന്ന മാസം വരും, അല്ലെങ്കിൽ ഈ മാസം തൊട്ട് ഈ മാസം വരെ ആയിരിക്കും എന്നുള്ളൊരു വേഗ് ആയിട്ടുള്ള ഐഡിയ ആയിരുന്നു ഇതിന് മുൻപ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പം റിലീസായിരിക്കുന്ന അപ്ഡേറ്റിൽ ഓരോ എക്സാമും ഏത് ഡേറ്റിൽ നോട്ടിഫിക്കേഷൻ വരും, എപ്പോഴാണ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്, ആപ്ലിക്കേഷൻ വിൻഡോ എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ഓരോ എക്സാമും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന മേജർ എക്സാംസ് ഓരോന്നും എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത് എപ്പോഴാണ്, എത്ര സമയമുണ്ട് എന്ന് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് SSCയുടെ മെയിൻ ആയിട്ടുള്ള എക്സാംസ് തന്നെയാണ്. അപ്പം എനിക്ക് അറിയാം നിങ്ങൾ ഒരു പക്ഷേ ഇത് കാണുന്ന എല്ലാവരും തന്നെ ക്ലോസ് ആയിട്ട് നോക്കുന്നുണ്ടാവുക SSCയുടെ CGL എക്സാം എപ്പോഴാണെന്നാണ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ്, അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. SSCയുടെ CGL എക്സാം ഒത്തിരി ഡിലേ ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾ കുറേ വീഡിയോസ് അവിടെ ഇവിടെയും ചിലപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാകും. 5 months ഡിലേ ഉണ്ടെന്ന് വരെ പ്രെഡിക്റ്റ് ചെയ്ത യൂട്യൂബ് വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത്, അതായത് 2 ദിവസം മുമ്പ് നമുക്ക് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം SSCയുടെ CGL എക്സാമിനേഷൻ മെയ് ജൂണിൽ തന്നെ നടക്കും. 2026 മെയ് ജൂണിൽ നടക്കും എന്നാണ് നമുക്കിവിടെ അറിയാൻ കഴിയുന്നത്. സോ മെയ് ജൂണിൽ എക്സാം നടക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കുറച്ച് മുന്നേ വരണം. സോ സാധാരണ CGL എക്സാമിൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് ഒരു മാസത്തേക്ക് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അതിനുശേഷം ഒരു മാസത്തോളം കുറച്ച് അല്ലെങ്കിൽ 1.5 മാസത്തോളമായിരിക്കും ഒരു ഗ്യാപ്പ് ഉണ്ടാവുക. 1.5 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ എക്സാം നടക്കും. ഇങ്ങനെയാണ് സാധാരണ CGL എക്സാം നടക്കാറുള്ളത്. അപ്പോൾ ഈ വർഷവും ആ പതിവ് തെറ്റിയിട്ടില്ല, അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ മാർച്ച് 31-ാം തീയതി SSCയുടെ CGL നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമ്മളോട് ഈ വെബ്സൈറ്റിൽ പറയുന്ന അപ്ഡേറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് പ്രകാരം മാർച്ച് 31-ാം തീയതി ആപ്ലിക്കേഷൻ വിൻഡോ മിക്കവാറും നെക്സ്റ്റ് ഡേ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ നോർമലി നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ അത് ഇപ്പം ലേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ തൊട്ടായിരിക്കും, ഒരു ഏർലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം ഡേ തൊട്ടായിരിക്കും ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ആവുക. സോ എല്ലാ തവണയും 30 days ആണ്. അപ്പോൾ ഇത്തവണയും 30 days തന്നെയാണ് തന്നിട്ടുള്ളത്. സോ അപ്പം ഏപ്രിൽ 30-ാം തീയതി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവ് ആയിട്ടുണ്ടാകും. സോ ആ 30-ാം തീയതി ആപ്ലിക്കേഷൻ വിൻഡോ രാത്രി 11:59 ക്ലോസ് ആകും. അതിനുശേഷം നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ 2 ദിവസത്തേക്ക് ഉണ്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ ഡേറ്റ് വരും. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് 1.5 മാസത്തോളം കഴിഞ്ഞിട്ടാണ്. സോ മെയ് പകുതി തൊട്ട് ജൂൺ ആദ്യം വരെ അങ്ങനെയാണ് ഇപ്പോഴും എക്സാംസ് നടക്കാറുള്ളത്. സോ ഒരു മന്തിൻ്റെ പകുതി തൊട്ട് അടുത്ത മന്തിൻ്റെ സ്റ്റാർട്ടിങ് കുറച്ച് ദിവസമാണ് SSCയുടെ ഭൂരിഭാഗം എക്സാംസ് നടക്കുന്നത്. സോ SSC CGLലും അത് തന്നെയാണ് നമ്മളിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു നോട്ടീസ് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ ഇന്ന ഡേറ്റിൽ എക്സാം നടക്കും എന്നൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അതിൽ ജസ്റ്റ് മാർച്ച് എന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ ഏപ്രിലിൽ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവുമെന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പ്രകാരമാണ് നമുക്കിവിടെ ആക്ച്വൽ ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മാർച്ചിൽ എപ്പോൾ വരും, ഇനി മാർച്ചിൽ വരുമോ, ഡിലേ ആകുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനും വേണ്ട. അപ്പോൾ ഈ കൺഫ്യൂഷനൊക്കെ തന്നെ ഒരു അവസാനമാണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിലും കുറച്ച് എക്സാംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ചിലത് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാംസ് ആണ് കേട്ടോ. സോ അതൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് എഴുതാനായിട്ട് പറ്റുന്നത്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാം വരുന്നുണ്ട്, CHSL എക്സാം വരുന്നുണ്ട്, MTS എക്സാം വരുന്നുണ്ട്, സ്റ്റെനോഗ്രാഫർ എക്സാം വരുന്നുണ്ട്. പിന്നെ SSCയുടെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാം തന്നെയാണ് SSCയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം. ഇതൊരു ടെക്നിക്കൽ എക്സാം ആണ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ
നോട്ടിഫിക്കേഷനും 31 മാർച്ചിൽ തന്നെയാണ് വരുന്നത്. ഇനി സെലക്ഷൻ പോസ്റ്റിൻ്റെ ഫേസ് 14 ആണ് 2026 നടക്കുന്നത്. അപ്പോൾ ഈ പലർക്കും അറിയാത്തൊരു എക്സാമാണ് ഈ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ CGL എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ CBIയിലും NIAയിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലും കസ്റ്റംസിലും ഇൻകം ടാക്സിലും ഒക്കെ ജോലി കിട്ടുന്ന പോസ്റ്റുകളാണ്. ഇനി CHSL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു +2 ലെവൽ എക്സാമാണ്. അവിടെ നിങ്ങൾക്ക് ക്ലറിക്കൽ ജോലികളായിരിക്കും കിട്ടുന്നത്. അതായത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഡേറ്റ എൻട്രി ഓഫീസർ പോലെയുള്ള ക്ലറിക്കൽ ജോലികളായിരിക്കും കിട്ടുന്നത്. ഇനി MTSലാണെങ്കിൽ ഓഫീസ് ബോയ് പോലെയുള്ള 10th ലെവൽ എക്സാമാണ്. സോ അത്തരത്തിലുള്ള ജോലികളായിരിക്കും കിട്ടുക. പക്ഷേ അധികം ആൾക്കാർക്ക് ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ് ഈ സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്താണെന്ന് പറഞ്ഞാൽ. സോ അപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ CGL അല്ലെങ്കിൽ CHSL MTS ഇങ്ങനെ ഒരുപാട് എക്സാംസ് നടത്തുമ്പം എല്ലാ പോസ്റ്റും വേക്കൻസി വരുന്നുണ്ടെങ്കിലും പക്ഷേ വേക്കൻസീസ് ആക്ച്വലി ഫിൽ ആവുന്നില്ല. ചില കാൻഡിഡേറ്റ്സ് രണ്ടാമത്തെ സെലക്ഷൻ കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോവില്ല. ഇനി ചില കാൻഡിഡേറ്റ്സ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവർക്കൊരു ബെറ്റർ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ് ലീവ് ചെയ്ത് പോകും. അപ്പോൾ ഇതുപോലെ ഒഴിവുകൾ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കൂടെ വരുന്ന ഒരുപാട് ഒഴിവുകൾ നികത്താൻ വേണ്ടി ഒറ്റയടിക്ക് നടത്തുന്ന ഒരു കോമൺ എക്സാമിനേഷനാണ് ഈ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 ലെവലാണ് വരുന്നത്. 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ. ഈ 3 ലെവൽ പോസ്റ്റുകളിലേക്കും ഉള്ള എക്സാമൊക്കെ ഈ 3 എലിജിബിലിറ്റി ആയിട്ടാണ് നടത്തുന്നത്. ഇതിനെയാണ് നമ്മൾ സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് വരുന്നതും ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ്. 31 മാർച്ചിലാണ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിനുശേഷം ഒരു മാസത്തേക്ക് ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റിൽ ആക്റ്റീവ് ആയിരിക്കും. മെയ് ജൂലൈയിലായിരിക്കും എക്സാം നടക്കുന്നത്. അപ്പോൾ ഇവിടെ മെയ് ജൂൺ അല്ല, മെയ് ജൂലൈ എന്നാണ് തന്നിട്ടുള്ളത്. സോ CGL കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ ഈ എക്സാം നടക്കുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ SSCയുടെ CHSL എക്സാമാണ്. CHSL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ അല്ലേ. അപ്പോൾ ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്താണ്? ഈ എക്സാമിനേഷൻ 12th ലെവൽ എലിജിബിലിറ്റി ഉള്ള ആർക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ്. ആൻഡ് പിന്നെ ഈ എക്സാമിന് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 12th ലെവൽ എലിജിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 12th മാത്രം എന്നല്ല, ഡിഗ്രി എലിജിബിലിറ്റി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ മിനിമം എലിജിബിലിറ്റിയാണ് 12th എന്ന് പറയുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന ജോലികളൊക്കെ തന്നെ ക്ലറിക്കൽ ജോലികളായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഓഫീസിൽ പോയി വൈകുന്നേരം തിരിച്ചു വരണം, അങ്ങനത്തെ ഒരു ഷെഡ്യൂൾഡ് ബേസ്ഡ് ആയിട്ടുള്ള ജോലിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് SSCയുടെ CHSL എക്സാം. ഓക്കെ, അപ്പോൾ അത് ജൂലൈ ടു സെപ്റ്റംബറിൽ നടക്കും എന്നാണ് ഈ നോട്ടീസിൽ പറയണത്. ഇനി സ്റ്റെനോഗ്രാഫർ എക്സാം 30th ഏപ്രിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. CHSL എക്സാമും അതെ. അതിനുശേഷം ഒരു മാസത്തേക്ക്, സോ മെയ് ഫുള്ള് ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. പിന്നെ വരുന്നത് JHT ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതിൻ്റെ എക്സാം ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടക്കും. ഇനി നമ്മൾ നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാം എന്ന് പറയുന്നത് SSCയുടെ MTS എക്സാമാണ്. സോ MTS എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ്. സോ 10th എലിജിബിലിറ്റി ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSCയുടെ MTS ആൻഡ് ഹവൽദാർ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലി തന്നെയാണ് കിട്ടുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് കിട്ടുന്നത്. പക്ഷേ ഒരു ക്ലറിക്കൽ പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റോ അത്രയും നല്ലൊരു പോസ്റ്റ് അല്ല കിട്ടുന്നത്. ഇവിടെ 10th എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഓഫീസ് അറ്റൻഡൻറ്റ് ആ ഒരു രീതിയിലേക്ക് വരുന്ന പോസ്റ്റുകളാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സാലറി കിട്ടും. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്, അതുകൊണ്ട് തന്നെ ബേസിക് പേ ഉണ്ട്, ബാക്കി എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും വേക്കൻസീസ് വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ കവർ ചെയ്യുന്ന എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങളൊരു ഡിഗ്രി കാൻഡിഡേറ്റ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലൂടെയാണ് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് കയറിയാലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും വേക്കൻസി വരുമ്പോൾ നിങ്ങൾക്കത് ഫസ്റ്റ് അറിയാൻ പറ്റും. സോ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിലൂടെയും മറ്റും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ബെറ്റർ പ്രൊമോഷണൽ ഓഫറിലേക്ക് അല്ലെങ്കിൽ ഇത്രയും കൂടി ഒരു ബെറ്റർ കരിയർ പാത്തിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് തന്നെ നല്ല സാലറി വരും. സോ സ്റ്റാർട്ടിംഗ് സാലറി, ഇൻഹാൻസ് സാലറി തന്നെ നിങ്ങൾക്ക് 30,000 റുപ്പീസിന് അബവ് കിട്ടും. ഓക്കെ, 10th എലിജിബിലിറ്റി ഉള്ള ഒരു ജോലിക്കാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലേക്ക് വരുന്ന എക്സാമാണ്. സോ ഇതൊക്കെ സാധാരണ ലേറ്റ് ആയിട്ട് നടക്കുന്ന എക്സാംസ് ആണ് കേട്ടോ. ഈ CGLും CHSLും ഒക്കെയാണ് ആദ്യം നടക്കുക. ഈ ഇതുപോലെ CPO, GD കോൺസ്റ്റബിൾ പോലെയുള്ള എക്സാമിനേഷൻസ് ഓരോ വർഷത്തിൻ്റെ അവസാനത്തേക്കായിരിക്കും വരുള്ളൂ. അപ്പോൾ ഇവിടെ 31 മെയ്യിൽ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ജൂൺ ഫുൾ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അതിനുശേഷം ഒക്ടോബർ നവംബറിലായിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നത്.
പിന്നെ വരുന്നത് GD കോൺസ്റ്റബിൾ എക്സാമിനേഷൻ ആണ്. സോ അതും ഒരുപാട് വേക്കൻസീസ് ഓരോ വർഷവും വിളിക്കുന്ന ഒരു എക്സാമാണ് GD കോൺസ്റ്റബിൾ എക്സാം എന്ന് പറയുന്നത്. സോ ഇത് ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ എക്സാം ആണ്. 10th എലിജിബിലിറ്റി ഉള്ള ആർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ രണ്ട് എക്സാംസും, അതായത് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ CPO എക്സാമും GD എക്സാമും, ഇത് രണ്ടും ഫോഴ്സസിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ഫോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കേരള പോലീസ് അറിയാമല്ലോ, അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് CPO എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കും SI സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്കും വരുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് ഈ CPOയിലൂടെയും GD എക്സാമിലൂടെയും ഫില്ല് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ GD കോൺസ്റ്റബിൾ എക്സാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് CRPF ഉണ്ട്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. CISF ഉണ്ട്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞൊരു. പിന്നെ നമ്മുടെ ബോർഡർ BSF നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അത് ഇൻഡോ പാക് ബോർഡറിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല പല പ്ലേസസിലാണ് ഡിപ്ലോയ്മെൻറ്റ് വരിക. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ CISFൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ടും ഇൻഡസ്ട്രിയൽ ഏരിയാസ് അല്ലെങ്കിൽ എയർപോർട്ടുകൾ, പിന്നെ പോർട്ടുകൾ, ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്, അങ്ങനെയുള്ള പ്ലേസസിലൊക്കെ ഒരു വേറെ ടൈപ്പ് യൂണിഫോം ഇട്ട് നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന പോലീസുകാർ കണ്ടിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഇവരൊക്കെ ഈ GD കോൺസ്റ്റബിൾ എക്സാം എഴുതി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന എക്സാമാണ് GD കോൺസ്റ്റബിളിൻ്റെ എക്സാമും. പിന്നെ ഇതിൻ്റെ ഹയർ ലെവൽ പോസ്റ്റിലേക്ക്, അതായത് SIയുടെ ഒക്കെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്ക് വരുന്ന എക്സാമാണ് CPOയുടെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡൽഹി പോലീസിൽ തന്നെ കോൺസ്റ്റബിൾ ഡ്രൈവറും കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ വേക്കൻസീസും വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല, അത് ഇനി അപ്ഡേറ്റഡ് ആകും, ടു ബി അപ്ഡേറ്റഡ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. SSCയുടെ CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സാമിന് ഡിലേ വരുന്നുണ്ട്, എക്സാം ഈ വർഷം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂസിങ് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇനി തൊട്ട് കൺഫ്യൂസിങ് ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. സോ നോ മോർ കൺഫ്യൂഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിനെ പറയാം. കാരണം ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നേരെ പഠിച്ചു തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ എക്സാം എപ്പോഴാണെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് ടെൻഷനായിട്ടുണ്ടാവും, അയ്യോ അധികം സമയമില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാകും. അത് ഓർത്ത് പേടിക്കേണ്ട. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ സ്പൊറാഡിക്കായിട്ട്, അതായത് ഇന്ന് കുറേ പഠിച്ചു, നാളെ ഒന്നും പഠിച്ചില്ല, അടുത്ത ദിവസം കുറച്ച് പഠിച്ചു, അങ്ങനെയല്ലാതെ ഒരു പ്രോപ്പർ ഡിസിപ്ലിനിൽ നല്ല ഓർഡേർഡായിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് വന്നു, നോട്ടിഫിക്കേഷൻ വേണ്ടി ഉടനെ ആക്റ്റീവ് ആകും. അതിനുശേഷം ഒന്നും നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. എക്സാമിൻ്റെ ഡേറ്റ് അടക്കം വന്നു, ഇതിൽ കൂടുതൽ കൺഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. സോ ഇനി ആ വീഡിയോ കണ്ട് ഈ വീഡിയോ കണ്ട് ജസ്റ്റ് കൺഫ്യൂസ്ഡ് ഒന്നും ആകാതെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സീരിയസ് ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുവന്ന് പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള എക്സാംസ് ആണ് വരുന്നത്. CGL എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് CHSL എക്സാം വരും. അതിനുശേഷം നമുക്ക് ഇവിടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം വരുന്നുണ്ട്, സ്റ്റെനോഗ്രാഫർ എക്സാം വരുന്നുണ്ട്, MTS എക്സാം വരുന്നുണ്ട്, CPO എക്സാം വരുന്നുണ്ട്, GD കോൺസ്റ്റബിൾ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ SSCയുടെ കീഴിലുള്ള എക്സാംസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ വരുന്ന സബ്ജക്റ്റുകൾ ഒത്തിരി സിമിലർ ആണ്. ഈ ഓരോ സബ്ജക്റ്റിലും വരുന്ന വെയിറ്റേജിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് CGLന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രിപ്പറേഷന് ശേഷം ആ CGL എക്സാം കഴിഞ്ഞിട്ട് അടുത്ത എക്സാംസ് വരുമ്പോഴേക്കും ഈ ബേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസിലി മറ്റ് എക്സാംസും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഒരൊറ്റ എക്സാമിൽ ഫോക്കസ് ചെയ്യാതെ ഒരേ നേച്ചറിൽ വരുന്ന ഒരുപാട് എക്സാംസ് ഉണ്ടെങ്കിൽ അതിൽ എല്ലാത്തിലും ഒരുമിച്ച് ഫോക്കസ് ചെയ്യുക. കാരണം അവിടെ നിങ്ങൾ ഇടേണ്ട എഫേർട്ട് മിനിമലാണ്. ഓക്കെ, ഇനി SSCയുടെ എക്സാംസ് മാത്രമല്ല, നിങ്ങൾ ബാങ്ക് എക്സാംസിനും റെയിൽവേ എക്സാംസിനും ഒക്കെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതോർത്തും നിങ്ങൾ പേടിക്കേണ്ട. കാരണം അതിനുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നമ്മുടെ എൻട്രി ആപ്പിൽ റെഡിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ 3 സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, അത് ഇനിയിപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും ഏറ്റവും ബേസിക് ലെവൽ മുതലുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി റെക്കോർഡ് ക്ലാസ്സസ് മാത്രം വേണ്ടവർക്ക് അങ്ങനെയുള്ള ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്,
സ്റ്റഡി മെറ്റീരിയൽസും PDFs ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സാംസിന് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരുമിച്ചിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോകാനോ ഒക്കെ നമ്മുടെ ആപ്പിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരൊറ്റ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ്സസിനെ പറ്റി അറിയാൻ മാത്രമല്ല, നിങ്ങളുടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ പെടുന്ന ആളാണ്, എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂവോ എക്സാമിൻ്റെ ഡേറ്റ് റിലേറ്റഡ് ഇഷ്യൂവോ എലിജിബിലിറ്റി റിലേറ്റഡ് ഇഷ്യൂവോ അങ്ങനെ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ നമ്മളെ കണക്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ കോഴ്സസൊക്കെ ഓഫർ പ്രൈസസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനും ഈ ഒരു നമ്പർ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറക്കണ്ട, എക്സാമിൻ്റെ ഡേറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.